കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് പുതിയ തെരുവിലാണ്. പുതിയ തെരുവിലെ ആ ഗതാഗത കുരുക്കഴിക്കാൻ വലിയ പരിഷ്കരണങ്ങളാണ് ഇന്നു മുതൽ നടപ്പാക്കിയിട്ടുള്ളത്. ആ പരിഷ്കരണങ്ങൾ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? പരിഷ്കരണം ഗതാഗത കുരുക്ക് അഴിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഈ പരിശോധനയാണ് കണ്ണൂർ വിഷൻ നടത്തുന്നത്. പുതിയതെരു ടൗണിലെ ഗതാഗത കുരുക്കഴിക്കാൻ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ പരിഷ്കാരം 5 ദിവസത്തേക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യ ദിവസത്തെ മാറ്റം വിശദമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിക്കും. KV സുമേഷ് MLA, RTO ES ഉണ്ണികൃഷ്ണൻ, എൻഫോഴ്സ്മെന്റ് RTO B സാജു തുടങ്ങിയവർ നേരിട്ട് പുതിയ തെരുവിൽ ക്യാമ്പ് ചെയ്ത് പരിഷ്കരണം വിലയിരുത്തി. ആദ്യ ദിവസം തളിപ്പറമ്പ് ഭാഗത്തേക്ക് കുരുക്ക് ഏതാണ്ട് പൂർണ്ണമായും അഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ ഭാഗത്തേക്ക് കുരുക്ക് പൂർണ്ണമായും അഴിഞ്ഞിട്ടുമില്ല. എന്നാൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബ്ലോക്ക് എന്നുള്ളത് ഇല്ല എന്നത് ആശ്വാസകരവുമാണ്. സമ്മിശ്ര പ്രതികരണമാണ് പരിഷ്കരണത്തിൽ ഉണ്ടായത്. ഏറ്റവും വലിയ വിമർശനം ബസ് സ്റ്റോപ്പുകൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. ഓട്ടോറിക്ഷകൾക്ക് അധിക ദൂരം ഓടേണ്ടി വരുന്നതും വിമർശന വിധേയമാണ്. പരിഷ്കരണത്തെക്കുറിച്ച് അധികൃതരും ഡ്രൈവർമാരും നാട്ടുകാരും പറയുന്നത് ഇങ്ങനെ: പുതിയ തെരു നഗരത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം പരിശോധിക്കുന്നതിനു വേണ്ടി MLA KV സുമേഷ്, RTOമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പുതിയതെരു ടൗണിൽ എത്തിയിട്ടുണ്ട്. KV സുമേഷ് MLA ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും പരിഷ്കരണം നിലവിൽ വന്നിരിക്കുകയാണ്. ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ എന്താണ് മനസ്സിലായത്? ആദ്യ പരീക്ഷണത്തിൻ്റെ തുടക്കം ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏതാണ്ട് മണിക്കൂറുകളുള്ള ബ്ലോക്ക് സാധാരണ പുതിയൊരു ടൗണിൽ രാവിലെ ഉണ്ടാവില്ല. ഒരു 15 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ വാഹനങ്ങൾ കിടക്കുന്നതാണ്. പക്ഷേ ആ ബ്ലോക്ക് ഇപ്പോഴില്ല എന്നതാണ് പരീക്ഷണത്തിൻ്റെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ ചില സ്റ്റോപ്പ് മാറ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഈ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. 4 ദിവസം കഴിയുമ്പോൾ ഈ ജനങ്ങൾക്കും പൊതുവിലും വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പരിശോധിച്ചതിൽ എന്തൊക്കെ പരാതികളാണ്? മേന്മയേക്കാൾ പരാതികൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? പരാതി വലിയ നിലയിലല്ല. പരാതി ഉള്ളത് ഒന്ന് ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ചുറ്റി ഓടണം. സ്വാഭാവികമായിട്ടും ടൗൺ ക്രോസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രയാസമാണല്ലോ. ഈ കണ്ണൂരിൽ നിന്നും ഇരുന്ന് വരുന്ന വാഹനങ്ങൾ ഈ മയിൽ റോഡിലേക്ക് ക്രോസ് ചെയ്തിറങ്ങുന്നതാണല്ലോ ഇവിടുത്തെ ഒരു പ്രധാന ട്രാഫിക് ബ്ലോക്കിൻ്റെ പ്രശ്നമായിട്ട് RTOയുടെ നേതൃത്വത്തിലുള്ള പഠനം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ സെൻട്രൽ ജംഗ്ഷൻ അടച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓട്ടോ സ്റ്റാൻഡുകാർക്കൊക്കെ അവർക്ക് ഇങ്ങനെ ചുറ്റി ഓടേണ്ടി വരുന്ന ഒരു പ്രധാന വിഷയമാണ്. അതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യിൽ ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾ ഈ ഹൈവേ വഴി പോയി വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത് അതൊരു പ്രയാസം അവർ പറയുന്നുണ്ടോ? ഇല്ല, അതിലൊന്നും പ്രയാസമില്ല. ബസ് ഓണേഴ്സും മറ്റ് സംഘടനകളൊക്കെ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കുക ചെയ്ത്. കാരണം അവർക്ക് 10-25 മിനിറ്റ് കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ അർത്ഥത്തിൽ നിന്നുള്ളൊരു പരിഹാരം എന്നുള്ളത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് കുറച്ച് അങ്ങോട്ട് മാറിയതിൻ്റെ ഒരു പ്രയാസമാണ്. അതെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി ആവശ്യമായ പരിഹാരം നമ്മൾ കണ്ടെത്തും. എന്തായാലും പൊതുവേ ഒരു ബ്ലോക്ക് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇല്ല, ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ പുതിയൊരു ടൗണിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഒരാണ്ട് 25 മിനിറ്റ് വരെ രാവിലെ ബ്ലോക്കായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ അനുഭവം ഇതുവരെ ഉണ്ടായത്. ചില 3/4 മണിക്കൂർ വരെ വൈകുന്നേരം പീക്ക് അവറിൽ പോവുകയും ചെയ്യും. ആ ബ്ലോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസ് ഓഫീസറും RTO ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടെത്തി ഈ പരിശോധന അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നത് നാളെ കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും സൂക്ഷ്മമായിട്ട് വിലയിരുത്തി എന്താണ് ഉചിതമായ കാര്യം, ആ ഉചിതമായ കാര്യം മാത്രമേ ഇവിടെ നടപ്പിലാക്കൂ. എന്തായാലും വളപട്ടണം പാലം പാപ്പനശ്ശേരി ആ ഭാഗത്തെ ആ പരിഷ്കരണം വിജയമാണ് എന്ന് ഉറപ്പ്. അത് സാധാരണ നിലയിലേക്ക് തന്നെയായി. അതേ രീതിയിൽ തന്നെ ഇത് ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങളോടുകൂടി വരുത്തിയതിന് ശേഷമേ ഇത് പൂർണ്ണമായും നടപ്പാക്കുകയുള്ളൂ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളപട്ടണം ആദ്യത്തെ 5 ദിവസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂടുതൽ നല്ല നിലയിലേക്ക് വന്നു. പുതിയൊരു കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലുള്ളൊരു സ്ഥലമാണ്. 5 ദിവസത്തെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമമായ നിലപാട് ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയുള്ളൂ. എന്തായാലും KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പുതിയ തെരു. അപ്പോൾ പുതിയ തെരുവിലെ ഗതാഗത കുരുക്കഴിക്കുക എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഏറെക്കാലത്തെ ഒരു പരിശ്രമമാണ്. അവർ നിരവധി പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. RTO ES ഉണ്ണികൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഈ ആദ്യത്തെ മണിക്കൂറുകൾ ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിഷ്കരണം എന്തൊക്കെ പോരായ്മകളാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? ഇപ്പം ജനങ്ങൾക്ക് കുറച്ച് നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിപ്പം ഇന്നത്തെ വൈകുന്നേരം ഇരിക്കുന്നുണ്ട്, MLA ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്ക് നിന്ന് കിട്ടിയ പരാതികൾ, കടക്കാരിൽ നിന്ന് കിട്ടിയ പരാതികൾ, ഇതൊക്കെ ഒന്ന് അവലോകനം ചെയ്തിട്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. എന്തായാലും ഒരു പൂർണ്ണമായും വാഹനങ്ങൾ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു 2-3 സെക്കൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് സാധാരണ 15 മിനിറ്റ് മുതൽ അതിന് മുകളിലോട്ട് ബ്ലോക്ക് ഉണ്ടാവലുണ്ട് ആ ഭാഗങ്ങളിൽ. ആ വളവണ്ണം ജംഗ്ഷൻ ആ ഭാഗങ്ങളൊക്കെ പമ്പ് വരെ എത്താറുണ്ട്. വളവണ്ണം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ പമ്പ് വരെ ബ്ലോക്ക് എത്താറുണ്ട്. ഇന്ന് അങ്ങനെ ഇല്ല. ഇന്നൊരു വീല് നിൽക്കാത്ത വിധത്തിൽ വണ്ടി ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു പരിധിവരെ വിജയം തന്നെയാണ്. ഒരു പരിധിവരെ വിജയം തന്നെയാണ്. ജനങ്ങളുടെയും ഇവിടുത്തെ ആൾക്കാരുടെയും സഹകരണമാണ് മെയിനായിട്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ, അല്ലെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ടോ? അതൊക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണോ? അത് പരാതികൾ കുറേ MLAക്കും മറ്റ് ഓരോ വിഭാഗത്തിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ പ്രമുഖർക്ക് അടുത്തു നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടിയിട്ടുണ്ട്. ബസ് ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെല്ലാം ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതെല്ലാം വെച്ച് ഇന്ന് വൈകുന്നേരം ഒന്ന് MLA ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ പഠനത്തിൽ കണ്ടെത്തിയത് ഈ പരിഷ്കരണം ഇവിടെ അനിവാര്യമാണ് എന്ന് തന്നെയല്ലേ? വേണം. കാരണം എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിന് മേലെ ബ്ലോക്കാവുന്ന സ്ഥലങ്ങളിൽ, കാരണം ഈ ഭാഗത്തുള്ള ജനങ്ങൾ സ്ഥിരമായി ഇരിക്കുന്ന കടക്കാരും ഒക്കെ ഉണ്ട്. അവരാണ് ഈ പുക ശ്വസിക്കുന്നത്. ഈ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് സഹകരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമാണ്, ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം. ബി സാജു കൂടി RTO, എന്തായാലും ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് വലിയ പരാതികൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പരാതികൾ വരുന്നു. ഈ ബ്ലോക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമെന്നുള്ള സജഷൻസും പല നിർദ്ദേശങ്ങളും ഒരുപാട് പരാതികൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLAയുടെ നേതൃത്വത്തിലാണ് ചർച്ചകളും പല കാര്യങ്ങളും മീറ്റിങ്ങുകളും നടന്നതിൻ്റെ ശേഷമാണ് ഒരു ട്രയൽ പോലെ നമ്മൾ ചെക്ക് ചെയ്ത് പരിശോധിച്ച് അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുശേഷമുള്ള മീറ്റിങ്ങുകളിൽ പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ അതോടെ ചേർത്ത് ആയിരിക്കും തീരുമാനം ഉണ്ടാകുക. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനുള്ള തീരുമാനങ്ങളെല്ലാം ആകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിൽ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു എത്ര ശതമാനം, ഒരു 75% വിജയമാണെന്ന് പറയാൻ കഴിയുമോ ഈ പരിഷ്കരണം? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്, ഇവിടെയുള്ളവർ ഇതിനകത്ത് സ്ഥിരമായി യാത്ര ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരുപാട് ബ്ലോക്കിൽ കിടന്ന് 20 മിനിറ്റ് അരമണിക്കൂറൊക്കെയാണ്. പല വണ്ടിക്കാരും പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറിന് മേലെ കിടന്ന സമയങ്ങളുണ്ടെന്ന്. പക്ഷേ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്ലോക്കിലേക്കുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. പിന്നെ തുടക്കമാണ്. വരുന്ന വണ്ടിക്കാർക്ക് എങ്ങനെ തിരിഞ്ഞു പോകണം എന്നുള്ള ഡൗട്ടുണ്ട്. അവർക്കൊരു സംശയം, ജംഗ്ഷനിൽ വരുമ്പോൾ ഒരു സംശയത്തോടെയാണ് നിൽക്കുക. ആ സംശയം ദൂരീകരിക്കപ്പെടുന്നത് വരെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അവരൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡുകൾ നിർത്തി ആ സംശയം ദൂരീകരിച്ച് അതിനുശേഷമാണ് ആ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതിനിടയിൽ വരുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അതോടെ ഒരു പരിഹരിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തുടർ നടപടികളും ചർച്ചകളും ബാക്കിയെല്ലാമായിട്ട് മുന്നോട്ട് പോകും. എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള, ഏതായാലും പുതിയ തെരുവിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരിഷ്കരണമാണ് നടപ്പാക്കിയിട്ടുള്ളത്. RTO ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ പഠനം, ആ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പരിഷ്കരണം ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മയ്യിൽ ഭാഗത്തേക്ക് ഉള്ള ബസ്സുകൾ, ആ മയ്യിൽ ഭാഗത്തേക്കുള്ള ബസ്സുകൾ നേരെ വളപട്ടണം ജംഗ്ഷൻ വഴി പോയി അവിടെ നിന്ന് U-turn അടിച്ച് വരേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ ഈ കാണുന്ന ഈ ബസ് നേരെ വളപട്ടണം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോയി അവിടെ നിന്നും U-turn അടിച്ചാണ് ഇപ്പോൾ മയ്യിൽ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് ഏത് രീതിയിലാണ് ഈ ബസ്സുകാർ ഇപ്പോൾ RTO ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് 20 മിനിറ്റിലധികം ബ്ലോക്കിൽ കുടുങ്ങുന്നതിനേക്കാൾ നല്ലത് അവർക്ക് 1 കിലോമീറ്റർ അധികം സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് അവർക്കും നല്ലത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് ഏത് രീതിയിലാണ് ഇനി വരും ദിവസങ്ങളിൽ ബസ് ഉടമകളും തൊഴിലാളികളും ഒക്കെ അതിനോട് പ്രതികരിക്കുക എന്നതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പൊതുവെ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഗതാഗത കുരുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാരനാണോ? എന്താണ് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഗതാഗത കുരുക്ക് അഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, വളരെ മോശമായത്. എത്രയോ ദൂരം ജനങ്ങളെ ദ്രോഹിക്കളത്. ഇവിടെയുള്ള ബസ് സ്റ്റോപ്പ് ഇങ്ങേക്ക് പോകേണ്ട ആൾ എത്രയോ ദൂരം പോയി ഇറങ്ങിയിട്ട് 1 കിലോമീറ്ററിലധികം നടന്നിട്ട് വരണം. വളരെ ദ്രോഹമാണ്. ഈ ബസ് സ്റ്റോപ്പ് മാറ്റിയത് മാത്രമാണോ? ബാക്കിയുള്ള പരിഷ്കരണങ്ങളൊക്കെ ഓക്കെയാണോ? ബാക്കിയുള്ള പരിഷ്കരണം അതിപ്പം കണ്ടാലേ പറയാം. നമ്മളത് ഇപ്പോഴത്തെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ബസ് സ്റ്റോപ്പ് മാറ്റിയത് ശരിയായില്ല. ബസ് സ്റ്റോപ്പ് ഇവിടെയുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് ശരിയായില്ല. അത് മാറ്റി പുനഃസ്ഥാപനം വരുന്ന അവർക്ക് ഭയങ്കരമായ വിഷമാണ്. അത് എത്രയോ ദൂരെ പോയി ഇറങ്ങിയിട്ട് അത്രയും ദൂരം വന്ന് നടക്കണം. എന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് മെയിൽ കാട്ടാമ്പള്ളിയിലേക്കും പോകേണ്ട ആദ്യത്തെ നിലവിലുള്ള ബസ് സ്റ്റോപ്പായെങ്കിൽ നല്ല സുഖമായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് വേഗം വരാം.
എങ്ങനെയാണ് എന്താണ് പരിഷ്കരണം? ഈ പരിഷ്കരണം നല്ല പരിഷ്കരണമാണ്. ലേശം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ പുതിയൊരു മാർക്കറ്റിൽ വെച്ചിട്ട് ടൗണിലുണ്ടാകുന്ന തിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കുന്നിറക്കത്തിനുള്ള സ്റ്റോപ്പുകളെല്ലാം നീക്കിയപ്പോൾ പാർക്കിംഗ് കുറഞ്ഞപ്പോൾ നല്ല പരിഷ്കരണമായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇതിൻ്റെ അവസ്ഥ തിരിയും, എന്തായാലും തിരിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് 4-5 ദിവസത്തെ പരിപാടിയാണല്ലോ. അത് കഴിഞ്ഞാൽ അത് 1-2 ദിവസം കഴിഞ്ഞാൽ ഇതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം വണ്ടികളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ക്രോസിങ്ങിലും അനാവശ്യമായ ക്രോസിംഗ് ഉണ്ടാകുന്ന സമയത്താണ് പിന്നെ കൂടുതലിവിടെ ബ്ലോക്കാകുന്നത്. ഇപ്പം ബസ് സ്റ്റോപ്പിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, പ്രശ്നമില്ലായിരിക്കില്ല. ബസ് സ്റ്റോപ്പ് കുറേ അങ്ങോട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. മറ്റ് പ്രശ്നങ്ങളെല്ലാം അത് ക്ലിയർ ആവുന്നതാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നതല്ലേ. നമ്മളിപ്പോൾ തന്നെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്ത് കഴിഞ്ഞാൽ പുതിയൊരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ആരെടുത്താലും അതിനെ അനുകൂലിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും ഈ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം ഈ പുതിയ തെരുവ് അനുഭവിക്കുന്നുണ്ട്. അതിലേറ്റവും പരാതിയായി ആളുകൾ പറയുന്നത് ഈ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പുതിയ തെരുവ് ടൗണിലെ ഓട്ടോ ഡ്രൈവർമാരുടെ കൂടി അഭിപ്രായം നമുക്ക് ഈ പരിഷ്കരണം ഏത് രീതിയിലാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ കാണുന്നത്? ഇപ്പം നമുക്കിപ്പം പൊതുവെ പണിയില്ലാണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോയി തിരിക്കണം. ഇപ്പോൾ ഓണപ്പറമ്പ് കാഞ്ഞത്തറയെല്ലാം കിട്ടുന്നതാണെങ്കിൽ ഇതിലെ കൂടെ പോയി അങ്ങ് പോയി തിരിച്ച് പിന്നെ അങ്ങ് പോയിട്ട് തിരിഞ്ഞ് വരണം. 1.5 കിലോമീറ്റർ ജാസ്തി ഓട്ടം വരും. അപ്പോൾ ഇത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുമോ? ഈ പോകുന്ന പൈസ കൂടുന്ന പറഞ്ഞാൽ സാധാരണക്കാരന് പറ്റുമോ താങ്ങാൻ? ഈ 1.5 കിലോമീറ്ററിന് റേറ്റ് ജാസ്തി തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടുന്ന് മന്നക്കേക്ക് പോകണമെങ്കിൽ നമ്മൾ അങ്ങ് ആലിഫിൻ്റെ അടുക്ക പോയി തിരിക്കണം. തിരിച്ചിട്ട് വന്നിട്ട് ഈ മണ്ഡലത്തിനടുക്ക പോയി തിരിച്ചിട്ട് ഇങ്ങോട്ട് വരണം. അതേപോലെ തന്നെ അമ്പലത്തിനടുക്ക പോകണമെങ്കിൽ അതേപോലെ തന്നെ പോയിട്ട് തിരിച്ചിട്ട് അങ്ങനെ പോയിട്ട് വരണം. ആശങ്ക MLA അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞാൽ ഇതൊന്നും പ്രാബല്യത്തിലാവില്ല, ഇതെല്ലാം ഇപ്പോൾ റോഡ് എന്തായാലും നിങ്ങൾക്ക് ശാശ്വതമല്ലാതാണ്. ഇവിടെ നിർത്താൻ വേണ്ടി റോഡ് വികസനം വരുമ്പോൾ നിങ്ങളെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരും. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ വഴി നോക്കണമെണ്ടി വരുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ 3 മാസം ആവും എന്നാണ് പറഞ്ഞത്. ഈ റോഡ് വികസനം വരുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞ് മാറും. അന്നേരം നമുക്ക് വെക്കാൻ കഴിയില്ല. അന്നേരം പിന്നെ അതിനനുസരിച്ച് അന്നേരം തീരുമാനിക്കാനല്ലേ പറ്റൂ. ഇത് വിജയമാവോ? എങ്ങനെയാണ് വിജയമാവുമോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഗതാഗത കുരുക്ക് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ട്രാഫിക് ഉണ്ട്, മറ്റേ ഈ ജംഗ്ഷനിൽ അവിടെ തിരിക്കുന്നിടക്കെല്ലാം ബ്ലോക്ക് ഉണ്ട്. അതിനൊക്കെ അവിടെ സംവിധാനമില്ല, അവിടെ ഇല്ല. പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതിയ തെരുവിലുണ്ടായിരുന്ന ഈ ബസ് സ്റ്റോപ്പ് കുറച്ച് അകലെ ടെമ്പോ സ്റ്റാൻഡിൻ്റെ സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ പരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ പുതിയ തെരുവ് ടൗണിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 1 കിലോമീറ്ററിലധികം നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് വിമർശനത്തിന് ഇടയാക്കുന്നുമുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെയൊക്കെ നമ്മളെപ്പോലത്തെ ആളോ ഇന്ന് ഇങ്ങനെ ചെയ്താൽ നമ്മളെപ്പോലത്തെ ആളോ ഇന്ന് എവിടുന്നേ നടന്നിട്ട് വരണോ? അങ്ങത്തണ്ടേ തന്നെ ഇത്രയും ദൂരത്ത് നടന്ന് ബസ് കയറി പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പുതിയ തെരുവ് ഹൈവേയിലെത്തുമെന്ന് പറയുമ്പോൾ നമുക്കൊരു വാഹനത്തിൻ്റെ ഒരു ഇതന്നെ വേണം. ഗതാഗത കുരുക്ക് കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞിട്ടില്ല, ഇനി നോക്കണം എത്ര സമയം ഉണ്ടോയെന്ന്. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. പക്ഷേ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറച്ച് നടക്കേണ്ടത്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കേണ്ടത്, ആടെ ബസ് ഇറങ്ങിയിട്ട് പുതിയൊരു വരേണ്ടവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും എന്ന് വെച്ചാൽ പിന്നെ ബ്ലോക്ക് ഒഴിവാൻ പറ്റുന്നത് ചെയ്യുന്നത് നല്ല തന്നെയാണ്. ഇപ്പം നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ആളെയില്ല, കച്ചവടമില്ല. ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറ്റേണ്ടി വരും. ഞാനൊരു 10-22 കൊല്ലമായി ഇവിടെ കച്ചവടം ചെയ്തത്, ലോട്ടറി കിട്ടുന്നു, കാലിന് സുഖമില്ലാത്തത്. അപ്പോൾ നമുക്കിനി ഒന്നും ഇല്ല, ഇവിടെ വന്നിരുന്നിട്ട് ഇരിക്കലേ ഉള്ളൂ. ഒഴിവാക്കേണ്ടത് ചെയ്യാൻ തന്നെ അഭിപ്രായം. പക്ഷേ ഇത് പ്രയാസമുണ്ട്, ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. ആടെ പോയിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം. പുതിയൊരു ഇറങ്ങേണ്ട ആൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ആടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അറിയില്ല, നോക്കട്ടെ, വിജയമാവട്ടെ. അപ്പം ബ്ലോക്ക് മാറുമായിരിക്കും വിശ്വസിക്കുന്നു. കുഴപ്പമില്ല, നല്ലതായിരിക്കണം അങ്ങനെ വിശ്വസിക്കുന്നു. ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, കുറേ നടന്നു വരണം. എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. പുതിയ തെരുവ് ടൗണിനോട് ചേർന്നുണ്ടായിരുന്ന ആ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഈ ടെമ്പോ സ്റ്റാൻഡിനോട് ചേർന്നാണ് ആക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഇനി മുതൽ ഈ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ഉണ്ടാവുക. അവിടത്തേക്ക് ആളുകൾ നടന്ന് എത്തേണ്ട ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുമുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ. അത് ജനങ്ങൾക്കെല്ലാം ഒരു കച്ചവടക്കാർക്കെല്ലാം ബാധിക്കുന്ന കേസായത്. ഇത് വലിയ ട്രാഫിക് വലിയ ഗുണമൊന്നുമില്ല, ഫുൾ ബ്ലോക്കിലേ ഉള്ളത്. കാണുന്നില്ലേ, ഫുൾ ബ്ലോക്കാണ്. എങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ലതാണോ ഈ പരിഷ്കരണം, ദോഷമാണോ ചെയ്യുന്നത്? ദോഷമൊന്നുമില്ല. അവരെല്ലാവരും പറയും നേരം പോയി പോകുമ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നവരത്. നേരം വൈകുന്ന അല്ലാതെ ഇതിൻ്റെ അകത്ത് യാത്രക്കാരിലങ്ങനെ പറയുന്നത്
നേരം പോകായിരുന്നു. എങ്ങനെയാണ്, എന്താണ് പ്രയാസം, എന്താണ് പ്രയാസം എന്ന് വെച്ചാൽ ഇപ്പോൾ 11:32 11:32 പുതിയൊരു താഴ്ന്നു കൊണ്ട ബസ്സാണ് നമ്മളത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിഞ്ഞിട് വരുമ്പോൾ തന്നെ സമയമായി. ആൾക്കാരും അതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്, അവിടെ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട്. പക്ഷേ 10-20 മിനിറ്റ് ബ്ലോക്ക് ആകുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു കുറച്ച് സമയം ദൂരം സഞ്ചരിക്കുന്നതല്ലേ എന്ന ചോദ്യമാണ് ഈ മോട്ടോർ വാഹന വകുപ്പൊക്കെ ചോദിക്കുന്നത്. സഞ്ചരിച്ചാൽ കുഴപ്പമില്ല, ബ്ലോക്ക് ഒഴിവാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനെക്കാട്ടിയും ബ്ലോക്ക് ഇപ്പോൾ ആവുക ചെയ്യുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അല്ല മാറ്റം വരുമോ നോക്കാം. ചുറ്റിക്കറങ്ങൽ വല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുന്നു. ഭയങ്കര പ്രയാസം തന്നെയാണ്. എപ്പോൾ നോക്കിയാലും ബ്ലോക്ക് തന്നെയാണ്. അധിക ടൈം ബ്ലോക്കിൽ തന്നെ പെടുന്നത്. ഞാനൊരു ഡോക്ടറെ അടുത്ത് പോകാനും മറ്റുള്ളതിനൊക്കെ ഭയങ്കര സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രയാസത്തിൽ തന്നെ ഉള്ളത്. ഇന്ന് ബ്ലോക്ക് ഒഴിവായിട്ടൊന്നും കാണുന്നില്ല. എങ്ങനെയാണെന്ന് ഇനി പറയാൻ കഴിയില്ല. ഭാവിയിൽ ഒഴിവാകുന്നില്ല പ്രതീക്ഷ. ഒഴിവാകും എന്തായാലും. ഇത് എന്തായാലും ഒഴിവാകേണ്ടതാണ് ഈ പരിഷ്കാരം. എന്നാലും പക്ഷേ തൽക്കാലം ഇപ്പോൾ എല്ലാവരും അറിയാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് ബ്ലോക്കായിട്ട് കാണുന്നത്. നല്ല തന്നെയാണ് ഇത്, നല്ല കുറയുന്നു. ഇന്ന് കുറച്ച് ഇതുണ്ട്, പോലീസുകാരൊക്കെ ഉള്ളതുകൊണ്ട്. നാളെ മുതൽ എങ്ങനെയാണെന്ന് ഇപ്പം ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ദുരിതമുണ്ട്. കാരണം അങ്ങോട്ടേക്ക് പോകേണ്ട യാത്രക്കാരെ ഇത്രയും ദൂരം നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. പുതിയൊരു വരേണ്ട ആൾ മാർക്കറ്റ് സാധനം വാങ്ങിയിട്ട് ഇതും കെട്ടിപ്പോയി അങ്ങ് പോകണം. അത് ബുദ്ധിമുട്ടാണ്. മറ്റ് പരിഷ്കാരം നല്ലതാണ്, ബാക്കിയെല്ലാം നല്ലതല്ല. കണ്ണൂർ ഭാഗത്ത് നിന്നും വരുന്ന ഒരു വാഹനം അത് ഈ മാർക്കറ്റ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ നേരെ ഹൈവേയിൽ പോയി തിരിച്ചു വരണം എന്നുള്ളതാണ് ഈ പരിഷ്കരണത്തിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കുന്ന മറ്റൊരു കാര്യം. ഈ കൊറ്റാളി പോകേണ്ട തന്നെ പുതിയൊരുന്ന് വന്ന് ഡയറക്റ്റ് അത് ഇങ്ങോട്ട് വിട്ടു. ഇനി ഞാൻ ഇവിടുന്ന് യൂ ടേൺ എടുത്ത് ഈ ലൈനിൽ മുഴുവൻ നിന്നിട്ട് വേണം എനിക്ക് കൊറ്റാളി പോകാൻ വേണ്ടിയിട്ട്. ഇത് എന്ത് പരീക്ഷണം ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ പാർട്ടിയെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു പത്രത്തിൽ കൊടുത്തില്ലെന്ന്. പത്രത്തിൽ കൊടുത്തു വെച്ചാൽ നിങ്ങളാവോ? ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പുതിയൊരു ടച്ച് ചെയ്ത് പോകാം. പുതിയൊരു ടച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? ഇത് ഇവർ കാണിക്കുന്നത് എന്തിനാ? ബസ് മാത്രമേ കടത്തിവിടുള്ളൂ, വേറെ ചെറിയ വാഹനം കടത്തിവിടുള്ളത്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വേറെ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇവിടെ? എനിക്ക് ഇപ്പോൾ ഇവിടെ ചായ കൊടുക്കണം. അവിടെ ചായ കൊടുക്കണമെങ്കിൽ ഹൈവേ ജംഗ്ഷനിൽ പോകണം. ഹൈവേ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് കൊടുക്കണം ചായ. അതിപ്പോൾ എനിക്ക് 4 മുതൽ ഇത് വലിയ വിഷമാവും. വ്യാപാരികൾക്ക് ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ താഴേക്കുള്ള പോകുന്ന ആശാരി കമ്പനി ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു ഓട്ടോയിൽ സാധനം കൊണ്ട് പോകണമെന്ന് വിചാരിച്ചു. 30 രൂപൻ്റെ ഓട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവരിപ്പോൾ യൂ ടേൺ എടുത്ത് ഹൈവേക്ക് തിരിച്ച് വരുമ്പോൾ വെച്ചാൽ 1.5 കിലോമീറ്റർ തിരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പൈസ അധികം കൊടുക്കണത് ആർക്ക്? വണ്ടി ഓടിക്കുന്ന ആൾക്ക്. അപ്പോൾ എന്നാൽ അധിക ചിലവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. വെച്ചാൽ കച്ചവടം കുറയും, പുതിയത്തേക്ക് പിന്നെ ആൾ വെത്തും കുറയും. ഇങ്ങനെ ബ്ലോക്കും കാര്യം ഇതെല്ലാം കാണുമ്പോൾ വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇതിനെക്കാട്ടി ബ്ലോക്ക് കൂടുതൽ ഇന്നും ഇപ്പോൾ കാണുന്നത്. സാധാരണ ഈ സമയത്ത് ബ്ലോക്ക് കുറവുണ്ടായാൽ ഇപ്പോൾ ബ്ലോക്ക് കൂടുതൽ കൂടി വരുന്നത് കാണുന്നത്. പുതിയ തെരു ടൗണിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണത്തിൽ പൂർണ്ണമായും വാഹനങ്ങൾ നിശ്ചലമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല എന്നത് നേട്ടമായി നമുക്ക് വിലയിരുത്താം. എന്നാൽ വലിയ തോതിലുള്ള പ്രയാസങ്ങളും ചിലർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബസ് സ്റ്റോപ്പുകൾ മാറ്റിയത്. ഓട്ടോ തൊഴിലാളികളും വലിയ തോതിലുള്ള പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പാണ് MLA KV സുമേഷും RTO ES ഉണ്ണികൃഷ്ണനും B സാബുവുമൊക്കെ നൽകുന്നത്. എന്തായാലും പരിഷ്കരണവുമായി അടുത്ത ദിവസങ്ങളിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം ഈ പരിഷ്കരണം പൂർണ്ണമായും ഇതേ രീതിയിൽ തുടരണമോ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ പുതിയ തെരുവിലെ കുരുക്കഴിക്കുക എന്നത് നാടിൻ്റെ ഒന്നാകെയുള്ള ആവശ്യമാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കരണത്തിലേക്ക് പുതിയ തെരു നീങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പുതിയ തെരു ടൗണിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.